ഡൽഹിയിലെ 11-കാരിയുടെ കൊലപാതകത്തിൽ വഴിത്തിരിവ്. പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ തനിക്ക് ലൈംഗിക ശേഷി ഉണ്ടായിരുന്നില്ല എന്ന പ്രതിയുടെ വാദം ശരിവെച്ച് പോലീസ്. പീഡന ശ്രമം പുറത്തു പറയുമെന്ന ഭയത്തിലാണ് ആ പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നും പ്രതി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ബീഹാറിൽ കൊലപാതക ശ്രമം ഉൾപ്പെടെ 5 കേസുകളിൽ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായ ബബ്ലുവെന്നും പോലീസ് കണ്ടെത്തി. ബാഷു കുമാർ സിംഗ് എന്ന ബബ്ലു ബീഹാർ സ്വദേശിയാണ്. 5 വർഷം മുൻപാണ് ഡൽഹിയിൽ ഇയാൾ ആദ്യമായി ജോലി തേടിയെത്തുന്നത്. അന്ന് സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ബബ്ലു. ഇപ്പോൾ ലീവിന് നാട്ടിൽ പോയി തിരിച്ചെത്തിയതാകട്ടെ 15 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷവും. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദിവസം നടന്ന കാര്യങ്ങളാണ് ചോദ്യം ചെയ്യലിൽ ഒന്നിനു പിറകെ മറ്റൊന്നായി പ്രതി പോലീസിനോട് ഏറ്റുപറഞ്ഞത്. കാറിന്റെ പിൻസീറ്റ് തുറന്നു വെച്ച് കാറിൽ നിന്ന് ഇറങ്ങിയാണ് കുടുംബത്തിനൊപ്പം ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ പ്രതി തട്ടിക്കൊണ്ടുപോയത്. ബഹളം വെച്ച പെൺകുട്ടിയെ കാറിൽ ഡൽഹി ചുറ്റിക്കാണിക്കാമെന്നും ശേഷം തിരികെ മാതാപിതാക്കൾക്കരികിൽ വിടാമെന്നും വാഗ്ദാനം ചെയ്തു. ശേഷം ഇയാളുടെ വാടക വീട് സ്ഥിതി ചെയ്യുന്ന ഫത്തേപൂർ ബേരി ലക്ഷ്യമാക്കി 12 കിലോമീറ്റർ ദൂരം പ്രതി കാർ ഓടിച്ചു. ഗുരുഗ്രാം അതിർത്തിയിൽ വെച്ചാണ് പ്രതി കാറിന്റെ പിൻസീറ്റിൽ വെച്ച് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ നോക്കിയത്. എന്നാൽ ഉദ്ധാരണക്കുറവ് ഉള്ളതിനാൽ ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് പെൺകുട്ടിയെ കൊന്ന് വനപ്രദേശത്തെ കൽക്കൂമ്പാരത്തിൽ മൃതദേഹം ഒളിപ്പിക്കുകയായിരുന്നു. മൃതദേഹം ഉപേക്ഷിച്ച് വാടക വീട്ടിലെത്തി വസ്ത്രം മാറിയ പ്രതി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീണ്ടും ജോലിക്കിറങ്ങി. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ തകരാറ് പ്രതിക്കുണ്ട് എന്നും പ്രത്യുത്പാദന ശേഷി ഇല്ലെന്നും വൈദ്യപരിശോധനയിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു. 2 കൊലപാതക ശ്രമം ഉൾപ്പെടെ 5ഓളം കേസുകളിൽ ബീഹാറിൽ പ്രതിയാണ് പിടിയിലായ ബാഷു കുമാർ സിംഗ്. ഡൽഹി പോലീസിനെ ആക്രമിച്ച് ആയുധം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ മുൻപൊരിക്കൽ ഇയാൾക്ക് കാലിന് വെടിയേറ്റിട്ടുണ്ട് എന്നും ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചു. ലൈംഗിക പീഡനം നടന്നു എന്ന് തെളിയിക്കാൻ പോലീസിന് ഇനിയും തെളിവുകൾ ആവശ്യമായി തന്നെ വരും. അതേസമയം കൊലപാതകവും പോക്സോ നിയമപ്രകാരമുള്ള കുറ്റങ്ങളും പ്രതി ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. ക്യാമറാമാൻ വൈശാഖ് ജയപാലിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.